ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും അത്തം ദിനാശംസകൾ. അപ്പോൾ ഞങ്ങൾ അത്തത്തിന് ഒരു സദ്യ ഒരുക്കി. ഇത്രയും വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെറിയ ഒരു സദ്യവട്ടം റെഡിയാക്കിയിട്ട് അത് കഴിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇന്ന് ഓണത്തിൻ്റെ തുടക്കമാണ്. എല്ലാവരും പൂക്കളിട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിവിടെ ഒരു സദ്യക്ക് ഇലയിൽ വിളമ്പാൻ പറ്റുന്ന മാക്സിമം ഐറ്റംസ് ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മളെ പിള്ളേർക്ക് കൊടുക്കാം, അവരെ റെഡിയാക്കിയിട്ട് നമ്മൾ കഴിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയത് എന്നുള്ളത്. അപ്പോൾ ആദ്യം അവരെ ഒന്ന് സെറ്റാക്കട്ടെ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസും റെസിപ്പീസും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തണം കേട്ടോ. കണ്ണിമാങ്ങേന്റെ അച്ചാറാട്ടോ, കുറച്ച് പഴക്കമുള്ളതാണ്, അതുകൊണ്ട് അച്ചാർ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അത് പയറിന്റെ തോരനാണ്, പിന്നെ കാബേജ് തോരൻ, കൂട്ടുകറി, പിന്നെ കാളം കുറുക്കിയത്, അതിനുശേഷം അവിയല്, പിന്നെ നമുക്ക് വെള്ളരിക്ക പച്ചടി, പിന്നെ നമുക്ക് ഓലനുണ്ട്, ഓലനാണ് അടുത്ത് വിളമ്പാൻ പോകുന്നത്, അത് റെഡി. പിന്നെ നമുക്ക് ഇനി അടുത്തത് മുളകാപ്പച്ചടി വന്നിട്ടുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം പുളിയിഞ്ചി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അപ്പൊ ഇപ്രാവശ്യം മുളകാപ്പച്ചടിയാണ്. അപ്പൊ ഇതിന്റെ റെസിപ്പിയൊക്കെ ഞാൻ എല്ലാം തരുന്നതാണ്. ഓരോ ദിവസം നമുക്ക് ഓരോന്ന് സെറ്റാക്കാം. അപ്പോൾ പപ്പടം, ഉപ്പേരി, ശർക്കര ഉപ്പേരി കിട്ടി. വറുത്തപ്പേരിക്ക് പകരം ചിപ്സാണ് ഞങ്ങൾക്ക് കിട്ടിയത്, വറുത്തപ്പേരി കിട്ടിയില്ല കേട്ടോ. അപ്പൊ ചോറ്, പിന്നെ നമുക്ക് സാമ്പാർ, പിന്നെ രസം ഉണ്ടായിരുന്നു, മോരുണ്ടായിരുന്നു, 2 തരം പായസം, ഗോതമ്പ് പായസം ഉണ്ടായിരുന്നു, പാലട ഉണ്ടായിരുന്നു, പിന്നെ രസവും തൈരും. അപ്പൊ ഇത്രയാണ് ഞങ്ങളെ സദ്യവട്ടത്തിൽ റെഡി ആയത്. അപ്പൊ ഇതിന്റെ റെസിപ്പി ഞാൻ ഓരോ ദിവസം ഓരോന്ന് പോസ്റ്റ് ചെയ്യാം കേട്ടോ. എല്ലാവരും കാണുക, തിരുവോണത്തിന് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പൊ ഞാൻ കഴിക്കുകയാണ്. അപ്പൊ ഞങ്ങള് അത്തം ഇങ്ങനെയായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി അത്തം ദിന ആശംസകൾ. എല്ലാവരും ഓണം അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യുക. ഹാപ്പി ഓണം.